ഹായ്, ഞാൻ ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിപ്പോൾ പുതുതായിട്ട് എൻ്റെ പേരും ഡെസിഗ്നേഷനും ഒക്കെ പറഞ്ഞതിന് റീസൺ ഉണ്ട്. കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കണം ഞാൻ എന്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് അറിയുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സസ് ഒരു എന്താ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിൻ്റെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ക്ലാസ്സിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. അതുകൂടെ കൊണ്ടാണ് ഞാൻ ഇനി അങ്ങനെ പറയാമെന്ന് തീരുമാനിക്കാനൊരു കാരണം. രണ്ടാമതായിട്ട് കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പിന്നീട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ പഠിപ്പിച്ച ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 2011 അവസാനം ഒരു 12 അല്ലെങ്കിൽ ബിഗിനിങ്ങിലൊക്കെയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 10-12 വർഷമായിട്ട്. ഒപ്പം തന്നെ കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയെടുത്ത എക്സ്പീരിയൻസും എനിക്കുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ ബാങ്കിന്റെയും ഒക്കെ എക്സാംസ് എഴുതിയെടുത്ത എക്സ്പീരിയൻസും ഉണ്ട്. ഇതിന്റെയൊക്കെ ബേസിൽ നിന്നായിരിക്കും ഞാൻ ഈ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ എക്സ്പീരിയൻസ് മാത്രമല്ല, എനിക്കെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞു നാളിലെ തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു പാഷനാണ്. അത് പഠിക്കുക, അതിന് ക്വിസ് കോമ്പറ്റീഷൻസിൽ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിലൊക്കെ വിൻ ചെയ്യുക, ഡെയിലി ഒരു 3 to 4 ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യുക, ഹിന്ദു, എക്കണോമിക് ടൈംസ്, മാതൃഭൂമി, മനോരമ, പിന്നെ ഓൺലൈനിൽ വരുന്ന പ്രിന്റ്, അതുപോലെ വയർ, അതുപോലെ പിന്നീട് മണി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ റിലയൻസിന്റെ മുകേഷ് അംബാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പർ, ഇതെല്ലാം ഓൺലൈനിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഹോബിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ ഡെയിലി ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ഈ ഒരു റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ക്യാരക്ടറിൽ ഇൻകുൽക്കേറ്റ് ചെയ്താലേ നമ്മളൊരു പെർഫെക്റ്റ് മനുഷ്യനായി മാറുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചുറ്റിലും നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലാതെ ജീവിച്ചു പോകുന്ന മനുഷ്യരെന്ന് പറയുന്നത് പൂർണ്ണനായ ഒരു മനുഷ്യനല്ല. വെറുതെ നമ്മൾ മറ്റ് ജീവജാലങ്ങളെ പോലെ തിന്നു കുടിച്ച് പ്രത്യുൽപാദനം നടത്തി ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡെയിലി നമ്മളുടെ നോളജിന്റെ ഹൊറൈസൺസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകണം. അത് മത്സര പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, മരിക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളുടെ ശ്വാസം വരെയും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു മനുഷ്യൻ. എപ്പോഴും നമ്മളുടെ അറിവ് ഉയർന്നുകൊണ്ടേയിരിക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ റെഫ്യൂസസ് ടു എൻഡോഴ്സ് യുക്രൈൻ മീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ന്യൂസ് കാണാം. ഇപ്പോ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്മിറ്റ് ഫോർ പീസ് സ്വിറ്റ്സർലാൻഡില് ബർഗൻ സ്റ്റോക്ക് എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തിയതും എല്ലാം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങളടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയെ ഭയങ്കര കമ്പൽ ചെയ്തായിരുന്നു യുക്രൈനും സ്വിറ്റ്സർലാൻഡും ഈ മീറ്റിൽ പങ്കെടുക്കാൻ. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ലെവലിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇന്ത്യ ബ്യൂറോക്രാറ്റിക് ലെവലിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. ഇന്ത്യയുടെ പവൻ കപൂർ എന്ന് പറയുന്ന ഒരു IFS ഓഫീസറാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിന്റെ പേരൊന്നും എഴുതിയെടുക്കേണ്ട അദ്ദേഹത്തിന്റെ. ഇത് എന്ന് മാത്രമല്ല, ഈ എൻഡ് ഓഫ് ദ മീറ്റിംഗ് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും മീറ്റിങ്ങുകളുടെ എൻഡിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ എൻഡ് ഓഫ് ദ മീറ്റിംഗ് ദർ വിൽ ബി എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. G20 എൻഡിൽ നമ്മൾ ന്യൂഡൽഹി ഡിക്ലറേഷൻ എന്നുള്ള പേരുള്ള ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തായിരുന്നു. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇവിടെയും ഉണ്ടായിരുന്നു ലാസ്റ്റിൽ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. ബട്ട് ഇന്ത്യ റെഫ്യൂസ് ടു സൈൻ ദാറ്റ് എഗ്രിമെന്റ്. അത് കാരണമുണ്ട്. ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള, ഇന്ത്യയുടെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള അലയായിട്ടുള്ള റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും അനോയ് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ഷനും ഇന്ത്യ എടുക്കത്തില്ല. റഷ്യ വാസ് നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദിസ് മീറ്റിംഗ് ആൻഡ് ഇൻ ദിസ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് there was very critical statement against Russia. So India is not ready to endorse such statements. India's official stand is always like that. Even before Narendra Modi government took over the reins of India, previously Congress governments were also did the same. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇന്നലെ അത് ഒഫീഷ്യലി അത് എൻഡോഴ്സ് ചെയ്ത്. ഇന്ത്യ മാത്രമല്ല, 7 രാജ്യങ്ങൾ. സൗദി അറേബ്യ ചെയ്തില്ല. സൗദി അറേബ്യയുടെ OPEC പ്ലസിലെ പാർട്ണറാണ്. OPEC പ്ലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. OPEC പ്ലസ് എന്താണെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിൽ റഷ്യയും കൂടെ വരുമ്പോഴാണ് OPEC പ്ലസ് ആവുന്നത്. അപ്പം സൗദി അറേബ്യ ഒരിക്കലും റഷ്യ അന്വയിച്ചേക്കത്തില്ല. UAE is again a member of OPEC plus and Russia is an important partner in that grouping. UAEയും അതിൽ സൈൻ ചെയ്യില്ല. UAEയും സൗദി അറേബ്യ ഒക്കെ ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അവരാരും ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിനെ സൈൻ. അത് മാത്രമല്ല, ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്യൂട്ടൈൽ എക്സർസൈസ് ആണ്. ബിക്കോസ് ഇതിൽ റഷ്യ ഇല്ല. പിന്നെന്താണ്? റഷ്യ ഈസ് ദ കൺട്രി വിച്ച് ഈസ് ദ അഗ്രസർ കൺട്രി. റഷ്യ ഈസ് ദ അഗ്രസർ കൺട്രി. റഷ്യയാണ് ഈ അഗ്രഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരില്ലാത്ത മീറ്റിംഗ് എന്ത് മീറ്റിംഗ് ആണ്? അപ്പൊ എന്തായാലും
അതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡിന്റെ പ്രസിഡന്റ് വിയോള അംഹേഡ് ആണ്. സ്വിറ്റ്സർലൻഡിന്റെ പ്രസിഡന്റിന്റെ പേര് എഴുതി വെച്ചോളൂ. വിയോള അംഹേഡ്, AMHERD. പിന്നീട് യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ഫോട്ടോയും അവിടെ കാണാം. യുക്രൈന്റെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ഫോട്ടോയും അവിടെ കാണാം. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ഓപ്പൺലി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, there were some irregularities in the conduct of NEET examination by NTA, National Testing Agency. അപ്പോൾ National Testing Agency, NTA is under scanner because of the conduct of the NEET examination, wrong ആയിട്ടുള്ള കണ്ടക്ട്. അപ്പൊ അത് വേറെ ഒന്നും പറയാനില്ല അതില്. പിന്നെ താഴോട്ട് വരുമ്പോ നമുക്ക് പറയാനുള്ള ഒരു ന്യൂസ് അതിലുള്ളത്, amid boycott by opposition MPs, Vice President inaugurates Prerana Sthal on Parliament premises. പുതിയ പാർലമെന്റ് premises ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അവരുടെ സ്റ്റാച്യൂസ് പാർലമെന്റിന്റെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് വച്ചിരുന്നത്. ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു, ഇൻക്ലൂഡിങ് അവർ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധി, അതുപോലെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ BR അംബേദ്കർ, അവരുടെ എല്ലാവരുടെയും സ്റ്റാച്യൂസ്. ആ സ്ഥലത്തിന്റെ പേരാണ് പ്രേരണ സ്ഥൽ. പാർലമെന്റിലാണ് പ്രേരണ സ്ഥൽ. അത് ഒപ്പോസിഷൻ പാർട്ടീസ് ആ ഒരു പരിപാടി ബഹിഷ്കരിച്ചു. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇനാഗുറേറ്റ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ജഗദീപ് ധൻഖർ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കൊപ്പം നിലവിലുള്ള പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും അവിടെ നിൽക്കുന്നതാണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? കിരൺ റിജ്ജു, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ രണ്ട് ന്യൂസുകളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഈ രണ്ട് ന്യൂസ് ലോക്കൽ ന്യൂസാ, പക്ഷെ എനിക്ക് ഇതിലുള്ള ഒരു കാര്യം പറയാനുള്ളത്, സെന്റർ ടു ബ്ലെയിം ഫോർ ഫ്യൂവൽ പ്രൈസ് ഹൈക്ക്. സിദ്ധരാമയ്യ എന്ന കാര്യം എന്നറിയാം, കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്ററാണ് സിദ്ധരാമയ്യ. കർണാടകത്തില് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്ററാണ് സിദ്ധരാമയ്യ. രണ്ടാമതായി ഇവിടെ വീണ്ടും ഒരു ഇതാണ്, ജാർഖണ്ഡ് CM says ഗവൺമെന്റ് മുള്ളിംഗ് ഫാം ലോൺ വേവർ അപ് ടു ₹2 lakh. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററാണ് ചമ്പായ് സോറൻ. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ചമ്പായ് സോറൻ. ചമ്പായ് CHAMPAI, ചമ്പായ് സോറൻ. ഈ രണ്ട് ന്യൂസ് ഒരുമിച്ചെടുത്ത് ഞാൻ കണക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഒരു ബാഡ് പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ബാഡ് എക്കണോമിക്സ് ആണിത്. ഒന്ന്, ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ ഹൈക്കാണ്. 3.5 രൂപയൊക്കെ വെച്ചാണ് അവർ കൂട്ടിയിരിക്കുന്നത്. ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് കേരളത്തിലും ഉണ്ടാവാറുണ്ട്, ഇന്ത്യ മുഴുവനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം, അതൊരു നോർമൽ തിങ് ആണ് ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഇതെടുത്ത് ഞാൻ പറയാൻ റീസൺ ഉണ്ട്. ഈ ഫ്യൂവൽ പ്രൈസ് ഹൈക്കിന്റെ കാരണമായിട്ട് കർണാടകത്തിലെ ഗവൺമെന്റ്, സിദ്ധരാമയ്യ ഗവൺമെന്റ് പറയുന്ന അവിടുത്തെ കുറച്ച് വെൽഫെയർ സ്കീംസ് ഉണ്ട്, കുറെ ഫ്രീ ബീസ് കൊടുക്കുന്നുണ്ട് അവിടെ. അതിൽ ഒന്ന്, സ്ത്രീകൾക്കുള്ള ബസ് യാത്ര ഫ്രീ ഗവൺമെന്റ് ബസ്സുകളിൽ. അതുപോലെ സ്ത്രീകൾക്ക് എത്രയോ രൂപ വെച്ച് മന്ത്ലി കൊടുക്കുന്ന ഒരു സ്കീം. അങ്ങനെ ഒരു 5 സ്കീം അങ്ങോട്ട് ഉണ്ട് അവരുടെ. ആ സ്കീം പക്ഷേ റദ്ദാക്കണമെന്ന് കോൺഗ്രസിന്റെ തന്നെ ലീഡേഴ്സ് അവിടെ ആവശ്യപ്പെടുകയാണ്. കാര്യം ആ സ്കീം കൊണ്ട് ഒരു നേട്ടം അവർക്ക് ഉണ്ടായില്ല. പാർലമെന്ററി ഇലക്ഷനിൽ BJP നേടിയ സീറ്റിന്റെ പകുതി പോലും കോൺഗ്രസിന് കർണാടകത്തിൽ വിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോ പക്ഷെ സിദ്ധരാമയ്യൻ റെഡിയല്ല, അദ്ദേഹത്തിന് നാണക്കേടാണ്, അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട്. ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ ഈ സ്കീം യഥാർത്ഥത്തിൽ റൺ ചെയ്തുകൊണ്ടുള്ള പണം ഭീകരമാണ് എമൗണ്ട്. ആ എമൗണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പെട്രോൾ ഇതിന്റെ പ്രൈസ് കൂട്ടിയത്. ഇനി രണ്ടാമതായിട്ട് അടുത്ത ന്യൂസ്, ജാർഖണ്ഡ് CM says ഗവൺമെന്റ് മുള്ളിംഗ് ഫാം ലോൺ വേവർ അപ് ടു ₹2 lakh. 2 ലക്ഷം രൂപ വരെയുള്ള ഫാം ലോൺ, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളല് അവിടെ ലക്ഷം വരെയാണ്. അതുകൊണ്ടാണ് ജാർഖണ്ഡ് CM ചമ്പായ് സോറൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം സെൻസും വിവരമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായം അല്ലാതെ എക്കണോമിസ്റ്റുകൾ, വിവരമുള്ള എക്കണോമിസ്റ്റുകളെല്ലാം, ഇൻക്ലൂഡിങ് രഘുറാം രാജൻ ഉൾപ്പെടെ, രഘുറാം രാജന്റെ പേര് എടുത്ത് പറയാൻ കാര്യം, ഒപ്പോസിഷൻ സൈഡിൽ നിൽക്കുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് ഇതൊരു ബാഡ് എക്കണോമിക്സാണ്. കാരണം ഒരു ഫ്രീ ബി അല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ഫ്രീ ബി ഗവൺമെന്റ്, ഇപ്പൊ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് തീരുമാനിക്കുക ഒരു 10,000 രൂപ വെച്ച് ഇവിടെ ജോലിയില്ലാത്ത സ്ത്രീകൾ, വീട്ടമ്മമാർക്ക് അവർ കൊടുക്കുന്നു എന്ന് പറയുന്നു. കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേൾക്കുമ്പോൾ. ഈ 10,000 എവിടെ നിന്ന് സംഘടിപ്പിക്കും? ലക്ഷക്കണക്കിന് വീട്ടമ്മമാരുണ്ട് അത്തരത്തിലുള്ള. അവർക്ക് 10,000 രൂപ വെച്ച് മാസം തോറും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മന്ത്ലി ക്രോഡ്സ് ഓഫ് എമൗണ്ട് വേണ്ടി വരും. ഈ അഡീഷണൽ എമൗണ്ട് എവിടെ നിന്ന് കണ്ടുപിടിക്കും? എല്ലാ സ്റ്റേറ്റുകളും, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പോലും അത്ര റിച്ച് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന സ്റ്റേറ്റുകൾക്ക് പോലും ഡെറ്റ് ഉണ്ട്, കടമുണ്ട്. അപ്പൊ അവർ എവിടെ നിന്ന് ഈ ഫിനാൻസസ് കണ്ടുപിടിക്കും? സ്വാഭാവികമായിട്ട് അവർ ആ ഫിനാൻസസ് കണ്ടുപിടിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെ ആയിരിക്കും. നമ്മൾ എന്ന് പറയുന്ന ഇത് ഫ്രീ ബി മേടിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള നമ്മൾ ആ സ്റ്റേറ്റിലെ, പർട്ടിക്കുലർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള ജനങ്ങളെ ആയിരിക്കും ഇത് പിഴിയുന്ന പല സെസ്സുകളായിട്ട്, അല്ലെങ്കിൽ അഡീഷണൽ ടാക്സസ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലെവീസ് ആയിട്ട്,
അതാണ് ഇപ്പൊ കർണാടകത്തിൽ സംഭവിച്ചത്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യവും ഫ്രീ ബി അല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഗവൺമെന്റിന് ഒരു ഫ്രീ ബീസ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കിട്ടാത്തതാണ് നല്ലത്. ഗവൺമെന്റുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫിസിക്കൽ പൊസിഷൻ ആ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യുക, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അഗ്രികൾച്ചർ ഫീൽഡിൽ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന ബിഗ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം നല്ല കൃഷി ബമ്പർ ക്രോപ്സ് കിട്ടുന്ന സമയത്ത് പോലെ അവർക്ക് വിപണി കണ്ടെത്താൻ പറ്റാതിരിക്കുന്നു. അവർക്ക് ഡ്രോട്ട് സമയത്ത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രോപ്പർ ആയിട്ടില്ല. അവർക്ക് കിട്ടുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബമ്പർ ക്രോപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല. പെരിഷബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജസ് ഇല്ല. അങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനുള്ള റോഡ് കണക്ടിവിറ്റി ഇല്ല. ഇതൊക്കെയല്ലേ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം വികസിപ്പിച്ചു കൊടുക്കുക. അല്ല ഫാമേഴ്സിന്റെ ലോൺ എല്ലാം എഴുതി തള്ളുമ്പോഴത്തേക്ക് അവരുടെ പ്രശ്നം തീരത്തില്ല. അത് താൽക്കാലികമായിട്ട് അവർക്ക് സന്തോഷമായിരിക്കും. നെക്സ്റ്റ് ഇയറിൽ അവർ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം വീണ്ടും അവർക്ക് ഡെറ്റ് ക്രൈസിസ് ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും നമ്മുടെ എക്സ്ചക്കറിലെ മണിയായിരിക്കും ഇതുപോലെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. എക്സ്ചക്കറിലെ മണി എന്ന് വെച്ചാൽ നമ്മളുടെ മണിയാണ്, നമ്മളിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന മണിയാണ്. ഇവർക്ക് കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ തെറ്റെന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ്. അപ്പം അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ജസ്റ്റ് 2 സ്റ്റേറ്റുകളുടെ ഡിസിഷൻ. ഇത് ഒരിക്കലും ഇന്ത്യ പോലുള്ള രാജ്യത്തിന് നല്ലതല്ല, കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നും. ഓക്കെ, പിന്നീട് വേറെ ഈ പേജിൽ വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ക്രിമിനലൈസിങ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ക്രിമിനലൈസിങ് വേർഡ്സ് ഇന്നത്തെ ഹിന്ദുവിലെ ഒരു എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല, അരുന്ധതി റോയ് ഇന്ത്യയുടെ ബുക്കർ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയതിനാണ് അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. അതുപോലെ അവരെ കൂടെ തന്നെ കാശ്മീർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അയാളുടെ അത്ര ഫേമസ് ഒന്നും അങ്ങനെ പേരൊന്നും പഠിക്കണ്ട, ഇവർ രണ്ടുപേരെയും UAPA ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്യാൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറഞ്ഞ UAPA സെക്ഷൻ 13 ചുമത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന നോഡ് കൊടുത്തു, പെർമിഷൻ കൊടുത്തു. കേസ് എന്താണ്? 2010 നടന്നൊരു സംഭവമാണ്. ഈ 2010 എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞങ്ങളൊക്കെ ടെസ്റ്റ് എഴുതി ജോലിയിലേക്ക് കയറുന്ന ടൈമാണ്. എനിക്ക് നല്ല ആ ഇഷ്യൂ ഓർമ്മയുണ്ട്. ഇവർ രണ്ടുപേരുടെ ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ട് കാശ്മീർ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ അവർ സ്പീച്ച് നടത്തി. എന്നുള്ള രീതിയിലല്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്നോട് അവർ പറഞ്ഞു, പ്രത്യേകിച്ച് അരുന്ധതി റോയ്. മനസ്സിലായോ? കാശ്മീർ ഇന്ത്യയുടെ പാർട്ട് അല്ല, അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ആൾക്കാർക്ക് സ്വയം ഭരണാവകാശം നടത്തി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ഒരു അന്നത്തെ ഗവൺമെന്റ് ഇതിന്റെ പേരിൽ വലിയ നടപടിയൊന്നും എടുത്തില്ല, പേടിച്ചിട്ടാണ്. അത് ഇത് എഡിറ്റോറിയൽ തന്നെ പറഞ്ഞത്. പേടിച്ചിട്ടെന്ന് വെച്ചാൽ വേറൊന്നും അല്ല, കാശ്മീരിലെ ആൾക്കാർ ഇതിന്റെ പേരിൽ അനോയ് ചെയ്യപ്പെടും. കാശ്മീരിലെ പീസ് പ്രോസസ്, ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത്, കാശ്മീരിലെ പീസ് പ്രോസസ് ഡിറെയിലായി പോകും. അപ്പോ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഒരു കാശ്മീരി പ്രൊഫസറും ഉണ്ട്. അതുകൊണ്ട് തന്നെ BJP എന്ന് പറഞ്ഞ ഒപ്പോസിഷൻ പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ചെയ്തിട്ട് പോലും അരുന്ധതി റോയ്ക്കും ഈ പറഞ്ഞ കാശ്മീരി പ്രൊഫസർക്കും എതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നതിന് ഡൽഹി പോലീസ് FIR പോലും ഫയൽ ചെയ്തില്ല. അപ്പൊ FIR പോലും ഫയൽ ചെയ്തപ്പോഴത്തെ ഡൽഹിയിൽ ഒരു സെഷൻ കോർട്ട് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിനെ കണ്ടു. അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മര്യാദയ്ക്ക് FIR ഇടാൻ പറഞ്ഞു ഡൽഹി പോലീസിനോട്. അങ്ങനെ ഡൽഹി പോലീസിന്റെ അടുത്ത് FIR ഇടാൻ കോടതി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിത്ത് UAPA പ്രൊവിഷൻസ് ഡൽഹി പോലീസ് FIR ഇടുകയാണ്. 2010 ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പതുക്കെ ഗവൺമെന്റ് ഒക്കെ മാറുന്നു, ഫർദർ ആയിട്ട് അതിന്റെ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ ഇടയ്ക്ക് 2023 അവസാനമൊക്കെ ആയപ്പോൾ VK സക്സേന ഇവര് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒക്ടോബറിൽ സാങ്ഷൻ കൊടുത്തു. അത് ഡൽഹി ഗവൺമെന്റിന്റെ ഹെഡ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സാങ്ഷൻ കൊടുത്തത്. അപ്പോഴും UAPA പ്രൊവിഷൻസ് അതിൽ ഇൻവോക്ക് ചെയ്തില്ലായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പൊ UAPA പ്രൊവിഷൻസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് സക്സേന വീണ്ടും കൊടുത്തേക്കാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനി എന്നുള്ള രീതിയിലാണ് ഈ UAPA പ്രൊവിഷൻസ് അദ്ദേഹം ഇൻവോക്ക് ചെയ്തേക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് നോമിനി എന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് നോർമൽ പ്രോസിക്യൂഷൻ ആയിരുന്നു അദ്ദേഹം ഒക്ടോബറിൽ അവർക്കെതിരെ ഇൻവോക്ക് ചെയ്തത്. അത് ഡൽഹി ഗവൺമെന്റിന്റെ കാര്യം ഡൽഹിയിലെ ജൂറിസ്ഡിക്ഷനിൽ നടക്കുന്നത്. ഡൽഹിയിലാണ് ഈ സെമിനാർ നടന്നത് 2010. അപ്പൊ ഹിന്ദു അതിനെ വിമർശിച്ചൊക്കെയാണ്. കാര്യം ഈ ഇത്രയും കാലം ഈ ഒരു പ്രശ്നമൊക്കെ കെട്ടടങ്ങി കിടന്നതാണ്. 2019 കാശ്മീരിന്റെ സ്വഭാവം തന്നെ മാറി. കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഇപ്പൊ ഇല്ല, കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആണ്. ഇപ്പം റിലേറ്റീവ്ലി കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് കാശ്മീർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇതിനെ ഒരു എന്താ പറയുന്ന സെഷനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇപ്പൊ 14 വർഷം കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ഗുഡ് ടേസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പൊ ഇതാണ് കാതലായ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അരുന്ധതി റോയും ഈ പറഞ്ഞ പ്രൊഫസറും ഒരു സ്പീച്ചിൽ നടത്തിയ ചില പരാമർശം ഇത് തന്നെയായിരുന്നു, കാശ്മീർ ഇന്ത്യയുടെ പാർട്ട് അല്ലെന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ 2 steps back എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. 2 steps back എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു രാജ്യത്തെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ ഒരു ഇക്വാലിറ്റി, അതാണ് ആ ഇക്വാലിറ്റി കാണാതിരിക്കുമ്പോഴാണ് ജെൻഡർ ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് WEF ആണ്, വേൾഡ് എക്കോണമിക് ഫോറം, WEF. ഇവരുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ വേൾഡ് ഏതാണ്ട് 68.5% ആ ജെൻഡർ ഗ്യാപ്പ് ക്ലോസ് ചെയ്തതാണ്. അതായത് 100% ജെൻഡർ ഗ്യാപ്പ് ക്ലോസ് ചെയ്താലേ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാവുള്ളൂ. അതായത് വിമനും മെന്നും തമ്മിലുള്ള ഇക്വാലിറ്റി, ജെൻഡർ പാരിറ്റി വരുള്ളൂ. ഇപ്പൊ വേൾഡ് 68.5% അച്ചീവ് എന്നാണ് പറഞ്ഞേക്കുന്നത് 2024. അതായത് പതുക്കെ പാരിറ്റിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ റേറ്റിൽ പോയാൽ പോലും UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG-യില് ജെൻഡർ പാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG എന്ന് പറഞ്ഞ 17 ഗോൾസ് ഉണ്ട്. UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇത് 2030 കൂടിയാണ് വേൾഡ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ 2030 കൂടിയൊന്നും ഈ രീതിയിൽ ലോകം ജെൻഡർ ഗ്യാപ്പ് പിന്നീട് കുറച്ചുകൊണ്ട് വന്നാൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. ഈ റേറ്റിൽ 134 വർഷം 134 years എടുക്കും ഈ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ എന്നാണ് WEF-ന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നത്. ലോകം, ഇന്ത്യയുടെ കാര്യം അതിന് മോശമാണ്. അപ്പോൾ 134 വർഷം നോക്കുമ്പോഴത്തേക്ക് SDG അച്ചീവ് ചെയ്യാൻ പറ്റിയത് 2030-നെക്കാളും പിന്നെ ഒരു 4-5 ജനറേഷൻസ് അപ്പുറം മാത്രം. അതായത് നമ്മുടെ മക്കളും ഒക്കെ ജനിച്ചതിന് ശേഷം മാത്രമേ ജെൻഡർ പാരിറ്റി ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ റേറ്റിൽ പോയാൽ. ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 127-ാം സ്ഥാനത്തായിരുന്നു ജെൻഡർ ഗ്യാപ്പിൽ 2-3 വർഷം മുമ്പ്. 146 കൺട്രീസിൽ 127 സ്ഥാനത്ത്. പക്ഷെ ഇന്ത്യ ഇപ്പൊ 129-ാം സ്ഥാനത്തേക്ക് പോയി, 2 പൊസിഷൻ താഴോട്ട് പോയി. ഇപ്പൊ ഇന്ത്യയുടെ ജെൻഡർ പാരിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഇന്ത്യയുടെ നടപടികൾ കുറച്ച് പിന്നോക്കം പോയേക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോ അതിന്റെ കാരണമായിട്ട് പറയുന്നേക്കുന്നത് ഇന്ത്യ 64.1% ജെൻഡർ ഗ്യാപ്പ് പിന്നീട് ആ ഒരു പാരിറ്റി ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കുമായിട്ട് വേൾഡിന്റെ ആവറേജിനൊപ്പം പോലും എത്തിയിട്ടില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, വിമന്റെ എഡ്യൂക്കേഷൻ ഉണ്ടായ ചെറിയൊരു കുറവ്. അതായത് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ പെൺകുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ചെറുതായിട്ട് കുറഞ്ഞു. അതുപോലെ നമ്മളുടെ പാർലമെന്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എംപവർമെന്റ്, അതായത് നമ്മളെ പൊളിറ്റിക്കൽ ഫീൽഡിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കുറയുന്നു. പൊളിറ്റിക്കൽ ഫീൽഡിലെ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കൂടും. പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പാർലമെന്റിലെ നിയമസഭകളിലൊക്കെ 33% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കാൻ. So it will be reduced in the coming years. I think by 2029 Lok Sabha election, the women will get exactly 33% reservation in Indian Parliament, and by that time Indian legislative assemblies in different states also get 33% reservation, only because of the reservation in the constitutional amendment which provided 33% reservation for women. അപ്പം അതുകൊണ്ട് ആ പ്രശ്നം തീരും. പക്ഷേ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആ ഒരു സംഭവം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം പറഞ്ഞേക്കുന്നത്, ഇന്ത്യക്ക് ജെൻഡർ ഗ്യാപ്പിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ എണ്ണം ഭയങ്കര കുറവാണ്. വെറും 45.9% ഉള്ളൂ നമ്മുടെ ലേബർ പാർട്ടിസിപ്പേഷൻ ആ ഒരു ഇതിൽ സ്ത്രീകളുടെ ഒരു പാരിറ്റി ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ലേബർ പാർട്ടിസിപ്പേഷൻ മെയിൻലി പുരുഷ കേന്ദ്രീകൃതമാണ്. അതിലേക്ക് കൂടുതലായിട്ട് സ്ത്രീകളെ ഇൻഡക്ട് ചെയ്ത് കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള ചുമതല പുരുഷനൊപ്പം സ്ത്രീക്കും കൂടെ ഉള്ളതാണ്. എക്കണോമിക്കലി സ്ത്രീയും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിമൻ പാർട്ടിസിപ്പേഷൻ കൂടും. അപ്പം അത് ആ രീതിയിലൊക്കെ നമ്മളുടെ ഈ ജെൻഡർ ഗ്യാപ്പ് കുറച്ചുകൊണ്ടെന്ന് കുറച്ചുകൂടെ പാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. അതുപോലെ ലിറ്ററസി റേറ്റ് കൂട്ടുക, അങ്ങനെ നമ്മൾ എന്താ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മളുടെ ഈ വിമൻ റെപ്രസെന്റേഷൻ പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്നുള്ള സംഭവത്തിൽ പിന്നെ മറ്റു പലരെക്കാളും നമ്മൾ ബെറ്റർ ആണ്. പക്ഷെ സ്റ്റിൽ ലോക്സഭ ഇലക്ഷൻ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം 78 വിമൻ MP ഉണ്ടായിരുന്ന ഇപ്രാവശ്യം 74 കുറഞ്ഞ കാര്യം കൂടെ പറയുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ ജെൻഡർ ഗ്യാപ്പ് കുറയ്ക്കാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അത്തരത്തിലുള്ള ശ്രമങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ
ഇന്ത്യയിൽ ജെൻഡർ ഗ്യാപ്പ് ഇങ്ങനെ കൂടി പോകും. കാര്യം വിമന്റെ പാർട്ടിസിപ്പേഷൻ നമ്മളുടെ ഓവറോൾ സൊസൈറ്റിയിൽ കൂടിയില്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം നമ്മളുടെ സ്ത്രീ പാർട്ടിസിപ്പേഷൻ നമ്മളുടെ ഈ വർക്ക് ഫോഴ്സിൽ കൂടുമ്പോൾ തന്നെ ഇന്ത്യയുടെ GDP 2% കൂടുമെന്നുള്ളൊരു സ്റ്റഡി പറയുന്നത്. വർക്ക് ഫോഴ്സിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുമ്പോൾ തന്നെ. ഓക്കെ, അതിനെക്കുറിച്ച് ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ പറയുന്നത്. ഇതൊരു നല്ലൊരു ആർട്ടിക്കിൾ ആണ്. അത് ജസ്റ്റ് ഞാൻ പറയാം. ഹൈക്കോർട്ട്സ് ടേക്ക് ഓൺ മാരേജ് ആക്ട് ആൻഡ് എറോഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് ഈ ഇടയ്ക്ക് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി. ആ വിധി സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 എന്ന് പറയുന്ന ആക്ടിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് വിധി വന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മതപരമായിട്ടുള്ള ചടങ്ങുകളില്ലാതെ അവർക്ക് ന്യൂട്രൽ ആയിട്ട് മാരേജ് കഴിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാം. അപ്പോൾ ഒരു ഹിന്ദുവിനും മുസ്ലിമും കല്യാണം കഴിക്കാനും ഒരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കല്യാണം കഴിക്കാനും എല്ലാം സ്പെഷ്യൽ മാരേജ് ആക്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലേ, ഇപ്പൊ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഒരു മുസ്ലിം പുരുഷനും ഒരു ഹിന്ദു പെൺകുട്ടിയും മധ്യപ്രദേശ് ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ അണ്ടറിൽ, സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ അണ്ടറിൽ ഈ മാരേജ് അലോ ചെയ്യാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ അഹമ്മദിയൻ ലോയിൽ, ശരിയ ലോയിലൊക്കെ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിലുള്ള കല്യാണം വാലിഡ് അല്ല. വാലിഡ് ആയിട്ടുള്ള മാരേജിന് മാത്രമേ സ്പെഷ്യൽ മാരേജ് ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു കല്യാണം നടത്താൻ പറ്റൂല. മനസ്സിലായി? ഇങ്ങനെ ചിന്തിക്കാൻ പോയാൽ. അപ്പൊ ഇതിന്റെ അകത്ത് അവർ പറയുന്നുണ്ട് അത് കോടതി അത് തെറ്റായിട്ടാണ് പിന്നീട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്ന കാര്യം. ഇതിന്റെ അകത്ത് സെക്ഷൻ 4 ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട് എടുത്തിട്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ മാരേജ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടപ്പാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പറയുന്നത്. പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ്. ഈ പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പേരൻസ് അക്സെപ്റ്റ് ചെയ്യാത്ത രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിവാഹം എന്നുള്ളൊരു ഡെഫിനിഷനിലേക്ക് കോടതികൾ പോയാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പറഞ്ഞാൽ ഒരു കല്യാണം നടത്താൻ പറ്റില്ല. ഇവര് ഒരു അഡ്വക്കേറ്റൊക്കെയാണ് എഴുതിയേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെ അല്ല. പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഉദ്ദേശിച്ചേക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ഈ ഇൻസെസ്റ്റ് പോലുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരിക വഴി സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു നടപടിയാണ് നമ്മളുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെന്നും പഴയ സുപ്രീം കോടതി വിധികൾ അതുപോലെ മദ്രാസ് ഹൈക്കോടതിന്റെ വിധികളൊക്കെ എടുത്ത് അവര് സ്പെഷ്യൽ മാരേജ് ആക്ട് എത്രമാത്രം സ്ട്രെങ്തൻ ചെയ്യുന്ന വിധികളാണ് അത്തരത്തിൽ ഹയർ കോർട്സിൽ നിന്നും അതുപോലെ ഫെലോ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഉണ്ടായതെന്നും മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് പക്ഷേ വളരെ മോശമായി പോയെന്നൊക്കെയുള്ള രീതിയിൽ ഇതിലിപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ, സുപ്രീം കോടതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഒക്കെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് തന്നെ വെറുതെ ആയി പോകുന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ജനറൽ ഇലക്ഷൻ ഓഫ് 2024 ഇറ്റ്സ് ട്രൂ വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇതൊരു ആക്ടിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. വായിച്ചു നോക്കുക. പോഷ് ആക്ട്. ഈ പോഷ് ആക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പോഷ് ആക്ട് എന്താണെന്ന് ചോദിച്ചാല് ഇങ്ങനെ ഈ ആക്ടിനാണ് ചുരുക്കി പോഷ് ആക്ട്, അതായത് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. ദ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ബ്രാക്കറ്റില് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസൽ ആക്ട് 2013. 2013 ഈ ആക്ട് നിലവിൽ വരുന്നത്. ദ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ബ്രാക്കറ്റില് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസൽ ആക്ട് 2023. ഇതിനെ ചുരുക്കി പോഷ് ആക്ട് എന്ന് പറയും. ഇത് ആക്ച്വലി വർക്ക് പ്ലേസസിൽ വിമൻ നേരിടുന്ന സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എല്ലായിടത്തും, വലിയ വലിയ ഓർഗനൈസേഷൻസിലും ഗവൺമെന്റ് ഓർഗനൈസേഷനിലും എല്ലായിടത്തും ഉണ്ട്. ഇതിലിപ്പോ ഒരു കേസ് സ്റ്റഡി ആയിട്ട് അത് ഇത് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കേസ് സ്റ്റഡി ഇവിടെ പറഞ്ഞേക്കുന്ന 4 IT ഓർഗനൈസേഷൻസിന് വച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 4 IT കമ്പനീസ്. TCS ഫസ്റ്റ്, ഇൻഫോസിസ് സെക്കൻഡ്, വിപ്രോ ആൻഡ് HCL. ഈ 4 കമ്പനികളിൽ ഈ പോഷ് ആക്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു, ഈ പോഷ് ആക്ട് എങ്ങനെ വർക്ക് പ്ലേസിലെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതിലെ ലക്കൂണാസും ഒക്കെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. വായിച്ചു നോക്കാൻ താല്പര്യമുള്ളത്. പോഷ് ആക്ടിന്റെ എക്സ്പെൻഷൻ മനസ്സിലായത് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ബ്രാക്കറ്റിൽ പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസൽ ആക്ട് 2013. ഇനി നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട് അടുത്ത പേജിൽ, ഓൺ ദ സൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്, എത്ര വരെ ആകാം,
ഈ എത്ര വരെ ആകാമെന്നുള്ളൊരു ലിമിറ്റ് വന്നത് ഏത് വർഷമാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ ബേസിലാണ് അത് വന്നത്, ആ വിധിയെ മറികടക്കാൻ വേണ്ടി ചില സ്റ്റേറ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടി, അത്രയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതായത് വിധിയെ മറികടക്കാന്ന് വെച്ചാൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇത്രേ ആകാവുള്ളൂ, പക്ഷേ ചില പരിപാടികളിൽ കൂടെ ആ മിനിസ്റ്റേഴ്സിന്റെ എണ്ണം അവർ കൂട്ടും. അതെങ്ങനെയാണ്, അത്രയാണ് ഇത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കൊറോണേഷന്റെ ബേസിലാണ് അവർ ഇത് പറഞ്ഞേക്കുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും ഹെഡ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അത് ആർട്ടിക്കിൾ 74 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 74 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ് എന്ന് പറയുന്ന സംഭവം പറയുന്നത് ആർട്ടിക്കിൾ 74. പലതരത്തിലുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിൽ പ്രൈം മിനിസ്റ്റർ മോഡി 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, 5 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ്, 36 സുരേഷ് ഗോപിയൊക്കെ പോലുള്ള വെറും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ്. അങ്ങനെയാണ് ഇപ്പൊ വന്നേക്കുന്നത്. മൊത്തത്തിൽ 72 ആൾക്കാരുണ്ട്. ഇനി വീണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ കാര്യം ഇവരോട് പറയുന്നത് 2003 ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നത്. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഓഫ് 2003. ഇത് പ്രകാരം ലോക്സഭയുടെ കേസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കേസിലും അവിടുത്തെ മൊത്തം മെമ്പേഴ്സിന്റെ 15% കൂടാൻ പാടില്ല മിനിസ്റ്റേഴ്സിന്റെ എണ്ണം. അതായത് ലോക്സഭ ഞാൻ പറഞ്ഞായിരുന്നു 540 ആണ് ഇപ്പോഴത്തെ സ്ട്രെങ്ത്. അതിന്റെ 15% എന്ന് പറഞ്ഞാൽ 81, ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ 81 കൂടാൻ പാടില്ല. ഇപ്പൊ 72 ഉള്ളൂ, ഇനിയും കുറച്ച് പേരുടെ ആവാം, 81 വരെ ആവാം. ഇവിടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ട്രെങ്ത് 140, അതിന്റെ 15% 21. അപ്പൊ ഇൻക്ലൂഡിംഗ് പിണറായി വിജയൻ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ 21 കൂടാൻ പാടില്ല. ഇവിടെ 19 വരെ ഉള്ളൂ മിനിസ്റ്റേഴ്സ്. ഇതാണ് നമ്മളുടെ 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഓഫ് 2003 പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ചില സ്റ്റേറ്റുകാർ ഒരു പരിപാടി അടിക്കും. ഇതിനെ വയലേറ്റ് ചെയ്ത് കൂടുതൽ മന്ത്രിമാരെ എണ്ണം ആക്കണം. അതിന് ചില സ്റ്റേറ്റുകളെ കാര്യഗതി പറഞ്ഞു. അവന്മാർ ചെയ്യുന്ന വെച്ചാല് പാർലമെന്ററി സെക്രട്ടറി എന്നൊരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കി, പാർലമെന്ററി സെക്രട്ടറി. എന്നിട്ട് ഇവർക്ക് മന്ത്രിയുടെ പദവി കൊടുത്ത് യവന്മാരെല്ലാം അപ്പോയിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ മന്ത്രി ഇല്ല അല്ലവര്, പക്ഷെ മന്ത്രിയുടെ പദവി, മന്ത്രിയുടെ റാങ്ക്, മന്ത്രിയുടെ എക്സ്പെൻസസ് എല്ലാം. എന്നിട്ട് പാർലമെന്ററി സെക്രട്ടറി എന്നുള്ള പോസ്റ്റും കൊടുത്ത് കുറെ സ്റ്റേറ്റുകൾ അങ്ങനെ ചെയ്തു. അതിനെ കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് അവിടെ പറയാനുള്ളത്. ബാക്കി ആർട്ടിക്കിൾസ് നമുക്ക് അവിടെ വേണ്ട. നമ്മളിനി അതിന് അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യ റെഡി ടു ഹോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് മൾട്ടിനാഷണൽ എയർ എക്സർസൈസ് തരംഗ് ശക്തി. ഒന്നിലധികം കുറെ രാജ്യങ്ങൾ ചേർത്തുള്ള ഇന്ത്യയിൽ ഒരു എയർ എക്സർസൈസ് വരിക, എയർഫോഴ്സിന്റെ എക്സർസൈസ്. അതാണ് എയർ എക്സർസൈസ്. നേവിയുടെ എക്സർസൈസ് ഉണ്ട്, മൾട്ടിനാഷണൽ നേവൽ എക്സർസൈസ്. ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അത് എല്ലാ വർഷവും ഇന്ത്യയിൽ വെച്ചല്ല, മലബാർ. അതുകൊണ്ട് അത് ക്വാഡ് രാജ്യങ്ങളിലാണ്. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും USA-യുടെയും ജപ്പാന്റെയും നേവൽ എക്സർസൈസ് ആണ് മലബാർ. പക്ഷെ അത് ഇന്ത്യയുടെ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇന്ത്യയിൽ വെച്ചല്ല എല്ലാ വർഷവും നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ചൊരു മൾട്ടിനാഷണൽ നേവൽ എക്സർസൈസ് നടക്കുന്നുണ്ട്. അതിന്റെ പേര് മിലൻ എന്നാണ്. അത് വിശാഖപട്ടണത്തിൽ വെച്ചാണ് മിക്കവാറും നടക്കുന്നത്. മിലൻ അത് മൾട്ടിനാഷണൽ നേവൽ എക്സർസൈസ്. അത് ഇന്ത്യയിൽ വെച്ച് നടക്കുള്ളൂ, ഇന്ത്യ നടത്തുന്ന. അതുപോലെ ഒരു മൾട്ടിനാഷണൽ എയർഫോഴ്സ് എക്സർസൈസ് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോയാണ്. അതിന്റെ പേരാണ് തരംഗ് ശക്തി. തരംഗ് ശക്തി, തരംഗ് ശക്തി. ഇത് US-ൽ എല്ലാ വർഷവും നടക്കുന്ന റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന എക്സർസൈസിന്റെ പേരിലാണ്. റെഡ് ഫ്ലാഗ് എക്സർസൈസിന്റെ മോഡലാണ് നമ്മൾ നടത്താൻ പോകുന്നത്. റെഡ് ഫ്ലാഗ് എക്സർസൈസിൽ ഈ വർഷം ഇന്ത്യയും പങ്കെടുത്തായിരുന്നു. US-ൽ അലാസ്കയിൽ വെച്ചാണ് ഇപ്രാവശ്യം നടന്നത് റെഡ് ഫ്ലാഗ് എക്സർസൈസ്. ഇത് അമേരിക്ക നടത്തുന്നതാണ്. ഇതിന്റെ മോഡലിലാണ് നമ്മൾ തരംഗ് ശക്തി നടത്താൻ പോകുന്നത്. അത് എയർഫോഴ്സ് എക്സർസൈസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു മൾട്ടി നേഷൻ എയർഫോഴ്സ് എക്സർസൈസ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. അത് എവിടെ വെച്ചൊന്നും തീരുമാനിച്ചിട്ട്, അതുകൊണ്ട് അത് പറയാത്ത. കുറച്ച് സൗത്ത് ഇന്ത്യയിൽ വെച്ചും കുറച്ച് വെസ്റ്റ് ഇന്ത്യയിൽ വെച്ചാണ് അത് പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ടില്ല എവിടെ വെച്ചാണോ. നരേന്ദ്രമോദി കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്ത് എവിടെ വെച്ചായിരിക്കും? G7 മീറ്റിംഗിൽ ഇറ്റലിയിലെ പാപ്പുലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചപ്പോൾ G7 മീറ്റിംഗ് നടന്നില്ലേ? അതിൽ മോഡി പോയില്ലേ? അപ്പൊ G7 ഒരു മെമ്പർ അല്ലേ കാനഡ. അപ്പോ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അവിടെ വെച്ച് മീറ്റ് ചെയ്ത്. ഇതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം കാനഡ ഇന്ത്യയായിട്ടുള്ള ബന്ധം വളരെ മോശമാണ്, വളരെ മോശമാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് അസാസിനേഷൻ ഓഫ് ഖാലിസ്ഥാൻ ടെററിസ്റ്റ് ഹർകിഷൻ സിംഗ് നിജ്ജർ, അങ്ങനെ എന്തോ ഒരു നിജ്ജർ ടെററിസ്റ്റുകളുടെ പേര് നമ്മൾ പഠിക്കണ്ടോ. നിജ്ജർ എന്നാണ് പേര്. അത് ഇന്ത്യയാണ് ചെയ്തതെന്ന പേരിൽ കാനഡ അലിഗേഷൻസ് ഉന്നയിച്ചതിന്റെ പേരിലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം മോശമായത്. ഓക്കെ. അതുപോലെ US-ന്റെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സളിവൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ വരും. ആരെ കാണാനായിരിക്കും? ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലിനെ കാണാൻ. US-ന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സള്ളിവൻ.
നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇനി ഇന്ത്യയുടെ ബഡ്ജറ്റ് വരാൻ പോയാണ്. ബഡ്ജറ്റ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ബഡ്ജറ്റ് മാത്രമേ അവതരിപ്പിച്ചുള്ളൂ. ബഡ്ജറ്റ് ജൂലൈയിൽ വരും. അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ്സ് നിർമ്മലാ സീതാരാമൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതിൽ റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ പേരായി കൊടുത്തിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഞ്ജയ് മൽഹോത്രയാണ് റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ. അവർ ഫിനാൻസ് മിനിസ്ട്രിയിൽ ഒരു സെക്രട്ടറി ആണ്, സഞ്ജയ് മൽഹോത്ര, റവന്യൂ സെക്രട്ടറി. അതുപോലെ തന്നെ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ടി വി സോമനാഥനാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിനാൻസ് സെക്രട്ടറി ടി വി സോമനാഥൻ. അദ്ദേഹമാണ് ഇന്ത്യയുടെ ₹1 കറൻസിയിൽ സൈൻ ചെയ്യുന്നത്. ₹1 കറൻസി അനുസരിച്ച് ₹1 ഒഴിച്ച് ബാക്കി എല്ലാ കറൻസീസും 5 rupees ആണെങ്കിലും 10 rupees ആണെങ്കിലും 20 rupees ആണെങ്കിലും ബാക്കി എവറി കറൻസീസ് were being signed by റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ബട്ട് ഓൺലി ₹1 കറൻസി അത് മാത്രമാണ് ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സൈൻ ചെയ്യുന്നത്. ടി വി സോമനാഥനാണ് അദ്ദേഹം. അതുപോലെ ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 തൊട്ട് നിലവിൽ വരും എന്ന് ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ അർജുൻ രാം മേഘ്വാൾ പറഞ്ഞിരിക്കുന്നു. അർജുൻ രാം മേഘ്വാൾ. ഇന്ത്യയിലെ ഇപ്പം നിലവിലിരിക്കുന്ന IPC ഇന്ത്യൻ പീനൽ കോഡ് മാറി ഭാരതീയ ന്യായ സംഹിത വരും. IPC മാറി ഭാരതീയ ന്യായ സംഹിത. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി ഭാരതീയ സാക്ഷ്യ അധിനിയം വരും. ഈ ഇത് വരുന്നത് എന്നായിട്ടാണ് ജൂലൈ 1 തൊട്ട്. പിന്നെ PM കിസാൻ സ്കീമിന്റെ ഫണ്ടിങ് മോഡി റിലീസ് ചെയ്യാൻ പോകുന്നു. PM കിസാൻ അറിയാലോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 6,000 rupees വച്ച് ഇയർലി കർഷകർക്ക് കൊടുക്കുന്ന 2,000 rupeesന്റെ 3 installments ആണ്. 3 installments പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. പിന്നെ സ്പീക്കർ ഇലക്ഷനെ കുറിച്ചായിരുന്നു പറയാനില്ല. ഈ പേജ് നമുക്ക് ആവശ്യമില്ല, വലിയ ആവശ്യമുള്ള ന്യൂസുകളൊന്നുമല്ല. ഈ പേജും വേണ്ട. അതിനടുത്ത പേജ് വേൾഡ് പേജിൽ പോകുമ്പോൾ ഇതൊരു വളരെ നല്ല ആശയമാണ്. ഫീസിബിലിറ്റി സ്റ്റഡി ഓൺ ലാൻഡ് കണക്ടിവിറ്റി വിത്ത് ഇന്ത്യ ഇൻ ഫൈനൽ സ്റ്റേജ് സെയ്സ് വിക്രമസിംഗെ. വിക്രമസിംഗെ ആരാണ്? റാനിൽ വിക്രമസിംഗെ, പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക പറഞ്ഞേക്കാണ്. ശ്രീലങ്ക is an archipelago. Archipelago means collection of islands. That means Sri Lanka is inside in an ocean. അല്ലെ? അതിപ്പം ഏത് രാജ്യമാണെങ്കിലും ആർച്ചിപ്പലാഗോസ് എന്ന് പറയുന്ന മിക്കവാറൊക്കെ ഏതെങ്കിലും ഓഷനിലായിരിക്കും. വേണമെങ്കിൽ റിവേഴ്സിലും ഉണ്ടാവാം. പക്ഷെ അത് അങ്ങനെ ആൾക്കാർ താമസിക്കുന്ന വലിയ രാജ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ അതായത് ഇതൊരു ആർച്ചിപ്പലാഗോ ആണ് ശ്രീലങ്ക. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടൊരു ലാൻഡ് കണക്ടിവിറ്റി അവർക്കില്ല. സീ കണക്ടിവിറ്റിയും എയർ കണക്ടിവിറ്റിയും ഉള്ളൂ. സോ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ലാൻഡ് കണക്ടിവിറ്റി വിത്ത് ദ നെയ്ബറിംഗ് കൺട്രി ഇന്ത്യ, എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ബിൽഡ് എ സീ ലിങ്ക്. ഈ മുംബൈ വേർലി സീ ലിങ്ക് ഒക്കെ പോലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ലിങ്ക് അല്ലേ, അതുപോലെ ഒരു കടൽ പാലം നിർമ്മിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ത്യക്ക് അത് പറ്റും. കാര്യം അത്ര വലിയ ദൂരമൊന്നുമില്ല രാമേശ്വരത്തു നിന്നും ശ്രീലങ്കയിലേക്ക്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. അതുപോലെ യുക്രൈൻ പീസ് സമ്മിറ്റ് എൻഡ്സ് വിത്ത് ഹോപ്പ്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഫസ്റ്റ് പേജിൽ, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. എന്ത് ഹോപ്പ്? ഞാൻ പറഞ്ഞല്ലോ, അതിൽ റഷ്യ ഇല്ലാതെ ഇതുകൊണ്ടത് ഒരു കാര്യമില്ല. ഇനി റഷ്യയെ വിളിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പങ്കെടുക്കാനും പറ്റൂല. റഷ്യയെ വിളിച്ചാൽ പക്ഷെ അദ്ദേഹം പകരം ആളിനെ ഡെപ്യൂട്ടി പങ്കെടുക്കാൻ പറ്റുന്നതാണെന്ന് അറിയാമോ? പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, UN-ന്റെ കോർട്ടാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ കോർട്ടാണ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗിലാണ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവര് വ്ളാഡിമിർ പുടിനെ വാർ ക്രിമിനൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കാണ്. വാർ ക്രിമിനൽ. അപ്പം വാർ ക്രിമിനൽ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം ലാൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ സ്വിറ്റ്സർലാൻഡ് ഈസ് എ സിഗ്നറ്ററി ഓഫ് റോം സ്റ്റാറ്റ്യൂട്ട്. അത് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ മെമ്പർ ആയി മാറി അതുവഴി. അപ്പൊ അതുകൊണ്ട് പുടിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അദ്ദേഹം അവിടെ ചെന്നിറങ്ങിയാൽ. കാര്യം ICC അദ്ദേഹത്തിനെ വാർ ക്രിമിനൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കാണ് ഈ യുക്രൈൻ വാറിന്റെ പേരിൽ. അപ്പോൾ അങ്ങനെ പുടിന് അവിടെ പോകാനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊന്നും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യില്ല. കാര്യം ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നറ്ററി ഓഫ് റോം സ്റ്റാറ്റ്യൂട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ തായ്ലൻഡിന്റെ തൈവാന്റെ പ്രസിഡന്റിന്റെ പേര് അതെപ്പോഴും നമ്മൾ എഴുതുന്നതാണ് ലായ് ചിങ് തേ അല്ലെ? ലായ് ചിങ് തേ, തൈവാന്റെ പ്രസിഡന്റ് ലായ് ചിങ് തേ. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എല്ലാ സ്പോർട്സ് പേജും ഞാൻ നോക്കി, നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. പിന്നെ സൺഡേയിലെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ഫ്രണ്ട് പേജില്
ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആന്റി നക്സൽ ഓപ്പറേഷൻസിനെ കുറിച്ചായി. 100 കണക്കിന് നക്സലൈറ്റുകളെ ഈ ഇടയ്ക്ക് കൊന്നു കളഞ്ഞു. അവിടെ ഇന്നലെയും കുറെ നക്സലൈറ്റിനെ കില്ല് ചെയ്തു. നക്സലൈറ്റ്സിനെ കില്ല് ചെയ്തു. അതിനെ കുറിച്ചാണ്. പിന്നെ കുമാരസ്വാമി, HD കുമാരസ്വാമി, ഇന്ത്യയുടെ മിനിസ്റ്ററാണ്. ഹെവി ഇൻഡസ്ട്രീസിന്റെയും സ്റ്റീലിന്റെയും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഉണ്ട്. ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ, ഇതിന്റെ രണ്ടിന്റെ മിനിസ്റ്ററാണ് HD കുമാരസ്വാമി. അടുത്ത പേജ് നമുക്ക് ആവശ്യമില്ല. അതിനടുത്ത പേജ് പോകുമ്പോ ഒഡീഷ CM, കുറച്ചു കാലത്തേക്ക് നമ്മൾ ഈ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേരൊക്കെ പഠിക്കണം. ഒഡീഷ CM മോഹൻ മജി, ഒഡീഷ CM. അതിനടുത്ത പേജ് പോകുമ്പോ G7 കമ്മിറ്റ്സ് ടു പ്രൊമോട്ടിംഗ് ഐമക്. G7 കമ്മിറ്റ്സ് ടു പ്രൊമോട്ടിംഗ് ഐമക്. ഐമക് എന്താണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. India, Middle East, Europe economic corridor is an economic corridor proposed by United States of America and India during the last G20 summit in Delhi. Through this economic corridor, India and USA and some European countries wants to counter China's economic connectivity project BRI, Belt and Road Initiative. BRI, Belt and Road Initiative എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ഉണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് US ഇന്ത്യ എല്ലാവരുടെ കൊണ്ടുവന്നാണ് ഐമക്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ദിസ് സ്കീം ഈസ് ആക്ച്വലി അണ്ടർ ജിയോപാഡി ഓൺലി ബിക്കോസ് ഓഫ് ദ ഇസ്രായേൽ ഹമാസ് വാർ. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് നടപ്പാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, അതുപോലെ UAE വഴി, ഇസ്രായേൽ വഴി ആണ് യൂറോപ്പിലേക്ക് ഈ ഒരു ഇടനാഴി പോകുന്നത്, ഈ കോറിഡോർ പോകുന്നത്. അപ്പോൾ ഇസ്രായേലുമായിട്ട് സൗദിക്കും UAEക്കും സഹകരിക്കാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റൂല, ബിക്കോസ് ഓഫ് ദ മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് സിവിലിയൻസ് ഇൻ ഗാസ ബൈ ഇസ്രായേൽ. സോ ഇസ്രായേൽ ഈസ് ആക്ച്വലി എന്താ പറയുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറിനെ പോലെയാണ് ഇപ്പോൾ മെജോറിറ്റി മുസ്ലിം കൺട്രീസും ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇഫ് സൗദി അറേബ്യ ഓർ UAE മേക്ക് റിലേഷൻഷിപ്പ് വിത്ത് ഇസ്രായേൽ എക്കണോമിക്കലി ഓർ ഡിപ്ലോമാറ്റിക്കലി, ഈ സൗദി ഇസ്രായേലിനെയും കൂടെ ആൾക്കാർ വെറുക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു പ്രോബ്ലം എടുത്തിൽ നിൽക്കുന്ന ഐമക് എന്ന് പറയുന്ന പ്രോജക്റ്റ്. പിന്നെ പലസ്തീന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പലസ്തീന്റെ പ്രൈം മിനിസ്റ്റർ ആണ് മുഹമ്മദ് മുസ്തഫ, പലസ്തീന്റെ പ്രൈം മിനിസ്റ്റർ. പലസ്തീന്റെ പ്രസിഡന്റ് ആണ് മഹമ്മൂദ് അബ്ബാസ്. വേറൊന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ പൊളിറ്റിക്സ് ആണ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോ മണിപ്പൂരിന്റെ CM ബീരേൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. രാജസ്ഥാൻ SHG ഹെൽപ്പ് ആഫ്രിക്കൻ വിമൻ ടു ഫാം ആൻഡ് ഫ്ലറിഷ്. SHG എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് SHG. കൂടുതൽ വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് SHG അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു മൈക്രോ ഫിനാൻസിങ് പ്രോഗ്രാം നടക്കുന്ന കേരളത്തിലാണ് കുടുംബശ്രീ. അതിന്റെ അണ്ടറിൽ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതാണ് SHG എന്ന് പറയുന്നത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അയൽക്കൂട്ടങ്ങളൊക്കെ. ഇവിടെ മോഹൻ മജിയുടെ ഫോട്ടോ കാണാം, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററിന്റെ. സെൻട്രൽ ലോഞ്ചസ് പോർട്ടൽ ടു ഇക്കോളജിക്കലി മോണിറ്റർ ഗംഗ. അതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. സംഭവം എന്താണെന്ന് വെച്ചാല്, ഗംഗ ഇന്ത്യയുടെ നാഷണൽ റിവർ ആണെന്നുള്ള കാര്യം ഇന്ത്യക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ദേശീയ നദി, നാഷണൽ റിവർ ആണ് ഗംഗ. ഈ ഗംഗ ആക്ച്വലി മോസ്റ്റ് പൊള്യൂട്ടഡ് റിവറും ആയിരുന്നു ഇന്ത്യയിൽ. അപ്പം അതിനെ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു. ജൽശക്തി മിനിസ്ട്രിയുടെ അണ്ടറിൽ, ജൽശക്തി മിനിസ്ട്രി അവരാണ് ഇതൊക്കെ ഓവർസീ ചെയ്യുന്നത്. അവരുടെ അണ്ടറിൽ NMCG എന്ന് പറയുന്ന സംഭവമുണ്ട്, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. NMCG എന്താണ്? നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, ഗംഗയെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതിന്റെ അണ്ടറിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. നമാമി ഗംഗ എന്നുള്ള പേരിൽ ഗംഗയെ റീജുവനേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് കുറച്ച് കാലം നടക്കുകയാണ്. കുറെയൊക്കെ ഗംഗ ക്ലീൻ ആയി. വാരണാസി മേഖലയിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ക്ലീൻ ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഗംഗയിൽ തന്നെ വീണ്ടും ഒരു നാഷണൽ സംഭവമുണ്ട്, നാഷണൽ അക്വാറ്റിക് അനിമൽ ഓഫ് ഇന്ത്യ. നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം. റോയൽ ബംഗാൾ ടൈഗർ ഈസ് ദ നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ. ബട്ട് ഇന്ത്യ ഹാസ് ഓൾസോ നാഷണൽ അക്വാറ്റിക് അനിമൽ. നാഷണൽ അക്വാറ്റിക് അനിമൽ ഈസ് ഗാൻജറ്റിക് ഡോൾഫിൻ, ഗംഗയിലെ ഡോൾഫിൻ. ബട്ട് ഗാൻജറ്റിക് ഡോൾഫിൻസ് വിൽ ലീവ് ഓൺലി ഇൻ ക്ലീൻ ആൻഡ് പ്യുവർ വാട്ടർ.
So for the last 1 or 2 decades, there were no Gangetic dolphins in Ganga. Because Ganga's water was not pure, not clean. പക്ഷേ ഇപ്പം ഗാൻജറ്റിക് ഡോൾഫിൻസ് തിരിച്ച് ഗംഗയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ എണ്ണമൊക്കെ ഈ ഇടയ്ക്ക് പത്രത്തിലുണ്ടായിരുന്നു. പ്യൂർ ആവുന്നുണ്ടാ കുറേ സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലവും ഇപ്പോഴും ക്ലീൻ അല്ല. അപ്പോൾ എന്തായാലും ഇത് റിയൽ ടൈം വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോസ് എന്ന് പറയുന്ന ഒരു ആപ്പൊക്കെ അവർ ഡെവലപ്പ് ചെയ്തു. ഒരു ഈ ആപ്പാണെന്ന് ഒരു സിസ്റ്റം വാട്ടർ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്ലോസ് എന്നാണ് എൻ്റെ പേര്. ദ എൻവയോൺമെന്റൽ ഫ്ലോസ് എന്നാണ് എൻ്റെ എക്സ്പാൻഷൻ. ഫ്ലോസ് ഗംഗയുടെ ക്ലീൻലിനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റമാണ് ഫ്ലോസ്. റിയൽ ടൈമിൽ NMCG കൊണ്ടുവന്ന നാഷണൽ മിഷൻ ഫോർ ക്ലീൻ. ജൽശക്തി മിനിസ്റ്റർ ഉണ്ടല്ലാണ്. ആരാണ് ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? CR പാട്ടീൽ. ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ CR പാട്ടീൽ. ഓക്കെ, അപ്പൊ അതറിഞ്ഞിരിക്കുക. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഹ്യുണ്ടായി കമ്പനി IPO നടത്താൻ പോകണം. IPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഒരു കമ്പനി ആദ്യമായിട്ട് എന്റെ ഷെയർസ് വിൽക്കുന്നതിനാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന കമ്പനി. ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ആർ ഇൻട്രൊഡ്യൂസിംഗ് ദെയർ ഷെയർ ഫോർ പബ്ലിക്. അല്ലെ, once they enter into stock market, they will become a public limited company because they are offering shares to public and we can buy them. Public will own the shares of that particular company. In that way, they will become a public limited company. Before that, it will be a private limited company. Privately owned ആയിരിക്കും, കുറെ shareholders ആയിരിക്കും, private group. അപ്പോൾ ഇപ്പോൾ Hyundai India Limited is a private limited company. Now it is going to become a public limited company after their IPO. They are planning an IPO. They are registered for an IPO with SEBI. SEBI is the regulator of Indian stock market, Securities and Exchange Board of India, headquarters in Mumbai. And SEBI chairperson is Madhabi Puri Buch. She is the first woman chairperson of SEBI. Pinna NCLT National Company Law Tribunal. National Company Law Tribunal. IBC 2016 എന്നാണ് പറയേണ്ടത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഓഫ് ഇന്ത്യ. IBC ഡിഫോൾട്ടേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർ ഇന്ന് പണം തിരിച്ചു പിടിക്കാൻ ബാങ്കുകൾക്കുള്ള ഒരു പുതിയ മാർഗമാണ് IBC 2016. ഇറ്റ് ഈസ് എ ന്യൂ ലോ മെയ്ഡ് ബൈ യൂണിയൻ ലോ മിനിസ്ട്രി. അല്ലെ, ലോ മിനിസ്ട്രി ഉണ്ടാക്കിയ 2016 ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ് ടു ഗെറ്റ് ബാക്ക് ദ മണി ഫ്രം ദ ഡിഫോൾട്ടഡ് ബിസിനസ് മെൻ. ഈ ഒരു നിയമം എന്ന് പറയുന്നത് IBC 2016 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, പിന്നെ അടുത്ത പേജുകളിൽ സയൻസ്, ഇത് സൺഡേ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ ഇന്ത്യൻ എക്കോണമി? നല്ലൊരു ആർട്ടിക്കിളാണ്. ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ നല്ല അവസ്ഥയാണ്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ആർട്ടിക്കിളാണ്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഇപ്പം ടൈം കുറെ ആയതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. അത് പലപ്പോഴായിട്ട് ഞാൻ ഹിന്ദുവിന്റെ ബിസിനസ് പേജ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതൊന്നും വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ പ്രൊഫൈൽസ് എന്നൊരു പേജ് സൺഡേ ഹിന്ദുവിൽ കാണും. ഓരോ വ്യക്തികളെ കുറിച്ചായിരിക്കും. ഇത് ഫ്രാൻസിൽ പുതിയ പ്രസിഡന്റ് ആയിട്ട് 2026 27 അവിടെ അടുത്ത ഇലക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആളാണ്. അവരുടെ പേര് മാരിൻ ലീ പെൻ എന്നോ അങ്ങനെ മാരിൻ ലീ പെൻ. അവരുടെ പേരൊന്നും ഇപ്പോൾ പഠിക്കണ്ട. ഷീസ് ജസ്റ്റ് ആൻ ഓപ്പോസിഷൻ ലീഡർ ദെയർ. ബട്ട് റീസെന്റ് ഇൻ ദ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ഇലക്ഷൻ ഹെർ പാർട്ടി വൺ ഡിസിസീവ് മാൻഡേറ്റ് ഇൻ ദെയർ ഫേവർ. അപ്പം അത് അങ്ങനെ അവർ ഭയങ്കര ശ്രദ്ധാകേന്ദ്രമാണ്. ഷീസ് എ വെരി ഫാർ റൈറ്റ് വിങ് ലീഡർ. അവരുടെയും ഒറിജിൻ ഫാസിസ്റ്റ് മൂവ്മെന്റിലാണ്. അവരുടെ പാർട്ടിയുടെ, അവരുടെ ഫാദറൊക്കെ ഫാസിസ്റ്റ് മൂവ്മെന്റുമായിട്ട്, ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസവുമായിട്ട് ബന്ധമുള്ളായിരുന്ന ആൾക്കാരാണ്. സോ അവരുടെ ഒറിജിനും ഫാസിസവുമായിട്ടാണ്. അപ്പോൾ റൈറ്റ്, അത് ഈ ജോർജിയ മെലോണി ഇറ്റലിയുടെ ലീഡറും അതുപോലെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. താഴെ മോഹൻ മജിയെ കുറിച്ച്, ഒഡീഷയുടെ പുതിയ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുണ്ട്. അതുപോലെ പ്രേം സിംഗ് തമാങ് സിക്കിമിന്റെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുണ്ട്. അതെല്ലാം അവിടെ വായിക്കാം. അതിനടുത്ത പേജ് പോകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ സിറിൽ രാമഫോസ വീണ്ടും പ്രസിഡന്റായി, ബട്ട് വിത്ത് എ റെഡ്യൂസ്ഡ് മെജോറിറ്റി ലൈക്ക് നരേന്ദ്രമോദി ഇൻ ഇന്ത്യ. Previously, both of them, Cyril Ramaphosa and Narendra Modi, both won clear mandate in their favor and they ran the government single-handedly. But right now, after the elections, both of them didn't get the majority. They are depending on their coalition partners for forming the government. Cyril Ramaphosa formed a coalition government. Narendra Modi formed a coalition government. Cyril Ramaphosa is the new president of, not new president, actually he was the incumbent president. But he again re-elected. പിന്നെ പീസ് സമ്മിറ്റിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുന്നു സ്പോർട്സ്. അതിനടുത്ത പേജ് പോകുന്നു സ്പോർട്സ്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ പറയാനില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെയും ഹിന്ദുവിന്റെ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവരും
വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.